ഇന്നേ ഒരു ലോങ് ഓട്ടം പോയിട്ട് വരുന്ന വരവാട്ടോ. രാവിലെ 6 മണിക്ക് പോയതാണ്. മടങ്ങി വരിക 8 മണിയായി. അപ്പോൾ പോണ വഴിയിൽ ഞാൻ എന്താ കാട്ടി, ഇക്കാനെയും കൂട്ടിയിട്ടാണ് പോയത്. അപ്പോൾ ഒറ്റയ്ക്ക് മടങ്ങി വരണ്ടല്ലോ, സംസാരിക്കാൻ ആളുണ്ടാവുമല്ലോ എന്ന് വെച്ച് ഇക്കാനെയും കൂട്ടിയിട്ടാണ് പോയത്. അവരെന്നെ അവിടെ കൊണ്ടാക്കി വിട്ടിട്ട് വരിക വേണ്ടുള്ളൂ. അപ്പോൾ വരുന്ന വഴിയിൽ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഞാനൊക്കെയും ഓരോ ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. വീട്ടിൽ പോയിട്ട് ഇനി ഒരുപാട് പണിയുണ്ട്. 10 മണിക്ക് ഓട്ടമുണ്ട്. അതിന് മുമ്പായിട്ട് ഉച്ചക്കേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം, രാവിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണം. ഇവ ഉണ്ടാക്കി വെച്ചിട്ട് വേണം ഇനി ഓട്ടം പോകാൻ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ 8 മണി 8:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം നൂൽപുട്ടിന് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉരുളൻകിഴങ്ങ് മുട്ടക്കറി ഉണ്ടാക്കാമെന്നിട്ടാ വിചാരിച്ച്. അപ്പോൾ വേഗം സബോളൊക്കെ വാട്ടിയെടുത്ത് കുറച്ച് പട്ട ഗ്രാമ്പു ഇലക്കെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് വേഗം കുക്കറിലാകുമ്പോൾ വേഗം ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ കറി ഞാൻ വേഗം ഉണ്ടാക്കി. വളരെ ടേസ്റ്റാണ് കേട്ടോ. പത്തിരിയിൽക്കും ചപ്പാത്തിയിൽക്കും ഒക്കെ ഉണ്ടാക്കാം. നല്ല നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. ഇനി ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടേ നന്നായി മിക്സാക്കി കൊടുക്കാൻ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടിട്ടില്ല, എന്നും അങ്ങനെ തന്നെ മറക്കും. വേഗം പോയിട്ട് അതും കൂടി ഇതിലേക്ക് ചതച്ചിട്ടു. എന്നിട്ട് നമ്മുടെ 2ാം പാലം കൂടെ ഒഴിച്ച് കൊടുക്കുക. അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിച്ചാൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയായിരിക്കും. അപ്പോൾ ഒരു 3 വിസിൽ വരുത്തിച്ചാൽ മതി കേട്ടോ. ഉരുളൻകിഴങ്ങ് ഒരുപാട് ഉടഞ്ഞു പോയാൽ രസം ഉണ്ടാവില്ല. ഉടയാതെ തന്നെ കിടക്കണം. അപ്പോൾ നൂൽപുട്ട് ഇവിടെ പീച്ച് വെച്ചു. പാല് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒക്കെ വേഗം പോയിട്ട് മേടിച്ചു കൊടുന്നു. അപ്പോൾ ഞാൻ ചായക്കുള്ള പാലും കൂടിയിട്ട് അടുപ്പത്ത് വെച്ചു. കറിയൊക്കെ ഇവിടെ ആയിട്ട് ചായ കുടിച്ചപ്പോൾ ഇതിന് സമയം 10 മണി. അപ്പോൾ ഞാൻ എന്താ കാട്ടി, ചോറ് വേഗം റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടേ വേഗം ഓട്ടം പോയി. ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് ആയിരുന്നു കേട്ടോ ഓട്ടം പോയത്. അപ്പോൾ ഞാൻ സാമ്പാർ ഇഷ്ടം കൈ പിടിച്ചിട്ട് പോയി. എന്നിട്ട് ഞാൻ അവിയലിനുള്ളതും സാമ്പാറിനുള്ളതും ഒക്കെ വണ്ടിയിൽ ഇരുന്നിട്ട് നന്നാക്കി. അവർ വെയിറ്റ് ചെയ്തിരിക്കണ സമയം കൊണ്ടേ വേഗം നന്നാക്കി. അപ്പോൾ ഞാൻ അവിടെ വരുമ്പോൾ തന്നെ 12:30 കഴിഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പാർ വെക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറെ വിട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും പറയണില്ല. അപ്പോൾ അങ്ങനെ സാമ്പാർ ആവണ നേരം കൊണ്ടേ അവിയലും കൂടി നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാം. അവിയൽ കഷ്ണങ്ങളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. ഇനി തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്കവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വെണ്ടക്ക ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിൽ നിന്ന് മാറ്റിയിട്ടോ, നമ്മൾ പുളി ഒഴിച്ചിട്ടാണല്ലോ സാമ്പാർ വെക്കുന്നത്. അപ്പോൾ അധികം നേരം നമുക്ക് കുക്കറിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ കുക്കറിൽ നിന്ന് ഞാൻ മൺചട്ടിയിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അതവിടെ മാറ്റി വെച്ചിട്ട് എന്നിട്ട് തേങ്ങ അരച്ചിട്ട് വേഗം അവിയലും കൂടി കൂട്ടിയെടുത്തു. ഇനി കടുകും കൂടി വറുത്തെടുത്താൽ നമ്മുടെ താളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ മീൻ വറുക്കാനുണ്ടായിരുന്നു കേട്ടോ. അതിൽ വാങ്ങിയിൽ ഇനി 4 പീസും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 4 പീസും കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഉച്ചക്കൽക്കുള്ള അതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. വൈകുന്നേരത്തും ഇതും തന്നെ കഴിക്കുക, പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല. ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് പിന്നെ 1-2 ഓട്ടനാണ്. അതൊക്കെ കഴിഞ്ഞ് ഒരു 4:30 ആയപ്പോൾ മക്കളും കൂടി പുറത്ത് പോയി ഒരു സാധനം കൊണ്ടു കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊണ്ടു കൊടുത്തിട്ട് നേരെ ഇക്കാടും മാടത്തേക്ക് ഒന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ അത് പോണ വഴിയിൽ ചായയൊക്കെ കുടിച്ചു. ഒരു 4:30 4:45 അപ്പോൾ ഞങ്ങൾ കയറി ചായയൊക്കെ കുടിച്ചു. ഞാനൊരു ഷവർമ പറഞ്ഞു കേട്ടോ. മക്കൾ സാൻഡ്വിച്ചും പിന്നെന്താ ഫ്രഞ്ച് ഫ്രൈസും അത് പറഞ്ഞിട്ട് അതൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചതിന് ശേഷം പോണ വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാണ്ടായിരുന്നു. ഉണ്ണിക്ക് ഫ്രൂട്ട്സ് കുറേ ദിവസമായി അവൾ സ്ട്രോബെറി വേണം പറഞ്ഞിട്ട് കറിയണം. അപ്പോൾ സ്ട്രോബെറി വാങ്ങണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. 1-2 ആളോട് എന്നോട് സാധനങ്ങൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ചിട്ട് സാധനങ്ങൾ ഉറപ്പുവരുത്തി അതും കൂടി വാങ്ങി. പിന്നെ ബില്ല് കണ്ടിട്ട് തല തിരിച്ച് നിൽക്കാം കേട്ടോ. ഞാൻ ഇത്രയും വിലയായോ പച്ചക്കറിക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട്, ഉള്ളിലേക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോയി. അപ്പോൾ അവിടെ പോയിട്ട് അവിടുത്തെ ഉണ്ണിയുടെ ഷൂ കണ്ടിട്ട് മോള് നല്ല കരച്ചിൽ. അങ്ങനെ വരുന്ന വഴിയിൽ കടയിലെത്തുന്നത് വരെ കരഞ്ഞു കേട്ടോ. കടയിലെത്തിയിട്ട് അവൾക്കും കൂടി ഷൂ വാങ്ങി കൊടുത്തു. ആ ഷൂ കിട്ടിയതിന് ശേഷമാണ് കരച്ചിലൊന്ന് മാറിയത്.
അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ എല്ലാവരും പരമാവധി മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ പരമാവധി വീഡിയോ കാണാം കേട്ടോ.